ഇപ്പോൾ കേട്ട ഈ മാന്ത്രിക ശബ്ദം അത് എൻ്റേതല്ല, ഞാനല്ല, അത് മറ്റൊരാളാണ്. ആളെ പരിചയപ്പെടാനാണ് നമ്മളെത്തിയത്. മൈക്കിൾ ജോ ഫ്രാൻസിസ്, അതായത് മണിച്ചിത്രത്താഴിലെ ആ അങ്കന നീ ആ പാട്ടാണെന്ന് തോന്നുന്നു. വളരെ ഗംഭീരമായിട്ട് ഡ്രമ്മിൽ സുന്ദരമായിട്ട് വായിച്ചിട്ടുണ്ട്. ഈ ഡ്രംസിൻ്റെയൊക്കെ ഒരു മാന്ത്രികത നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട്. അതെങ്ങനെയാണ് ഇത് ചെയ്തേ? ഒറ്റ ഞാൻ തന്നെയാണ് എല്ലാം വീഡിയോ ഷൂട്ട് ചെയ്തത്. പെട്ടെന്നൊരു ഐഡിയ വന്നു ചെയ്യാമെന്ന്, അത് എക്സിക്യൂട്ട് ചെയ്തു. നല്ല രീതിയിൽ വർക്കായി. ഒരുപാട് കാഴ്ചക്കാരുണ്ടായല്ലേ? 4 മില്യൺ വ്യൂസ് ഉണ്ടായി. എപ്പോഴാ എൻ്റെ ലോകം ഇതാണെന്ന് തിരിച്ചറിഞ്ഞത്? എനിക്ക് 7 വയസ്സുള്ളപ്പോഴാണ് ഞാനിങ്ങനെ ടേബിളിൽ ഇങ്ങനെ ഡ്രം ചെയ്യുമായിരുന്നു. അപ്പം അങ്ങനെ പപ്പയും അമ്മയും നോട്ടീസ് ചെയ്യും. അങ്ങനെ നോട്ടീസ് ചെയ്തിട്ട് ഒരു സാറിനെ കോണ്ടാക്ട് ചെയ്തു. ഷക്കീർ എന്നാണ് ആ സാറിൻ്റെ പേര്. ആ സാറാണ് വന്ന് എൻ്റെ ടാലൻറ്റ് നോക്കി എന്നെ പഠിപ്പിച്ച് തുടങ്ങിയത്. അങ്ങനെയാണ് ഞാൻ ഇതിലോട്ട് ഇറങ്ങിയത്. ചെറുപ്രായത്തിൽ ഈ ഡ്രംസിൻ്റെ ലോകത്തേക്ക് വന്നു. ഏറ്റവും ഇഷ്ടപ്പെട്ട ഡ്രമ്മർ ആരാ? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡ്രമ്മർ ഡ്രീം തിയേറ്ററിലെ ഡ്രമ്മർ ഉണ്ട്, മൈക്ക് പോട്ട്നി എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ തോമസ് ലാങ്. ഇവരുടെ ഒരു പ്രത്യേകത എന്താ? ഇവരുടെ ഡ്രമ്മിങ് സ്റ്റൈലും ശൈലികളും. ബേസിക്കലി ഞാൻ മെറ്റൽ ഡ്രമ്മറാണ്. അപ്പം എനിക്ക് മെറ്റൽ ഡ്രമ്മിങ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അങ്ങനെ ഈ ലൈവ് വേദികളിൽ നമുക്ക് ഈ ഡ്രമ്മർമാരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആളുകളെ കയ്യിലെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരോടും ചിരിച്ച് സംവദിച്ചുകൊണ്ട് ഇങ്ങനെ കൊട്ടുക, അതെങ്ങനെ കഴിയുന്നു? പ്രാക്ടീസ് പിന്നെ എക്സ്പീരിയൻസ്, അങ്ങനെ എല്ലാം മനസ്സിലാക്കി ചെയ്യുന്നു. ഓഡിയൻസായിട്ടൊരു ഇൻട്രാക്ഷൻ വേണം, എന്നാലേ അവർ ശ്രദ്ധിക്കുള്ളൂ. അപ്പം അങ്ങനെ പ്രാക്ടീസോടെ എക്സ്പീരിയൻസോടെ അങ്ങനെ ചെയ്യും. അപ്പോൾ ഇപ്പോൾ ഇവിടം തൊട്ട് അവിടം വരെ ഇങ്ങനെ കൊട്ടിങ്ങി വന്നു. അവിടെ എല്ലായിടത്തും കൃത്യമായിട്ട് കൈകളില്ല എന്നുള്ളത് അതാണ് എൻ്റെ ഒരു പ്രത്യേകത എന്ന് തോന്നുന്നു, അല്ലേ? ചെയ്ത് അങ്ങനെ ശീലമായി. ഈ ഡ്രംസിൽ എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് കൂടുതൽ താല്പര്യം ഫാസ്റ്റ് നമ്പറുകളൊക്കെ ആയിരിക്കും, അല്ലേ? അതെ. ആ ഫാസ്റ്റ് നമ്പറുകളാകുമ്പോൾ ഒരുപാട് തുള്ളാൻ പറ്റും. അത്തരത്തിലൊരു ഫാസ്റ്റ് നമ്പർ ഒന്ന് പെട്ടെന്ന് വായിക്കാൻ പറഞ്ഞാൽ. സാധ്യമായിട്ടുണ്ട്. ഡ്രമ്മിൻ്റെ ഈ ലോകമാണ് മൈക്കിൾ ജോ ഫ്രാൻസിസിൻ്റെ മാന്ത്രികതയിൽ. സുജയ് എഡ്വേർഡിനൊപ്പം ശ്യാമപ്രസാദ്, മാതൃഭൂമി ന്യൂസ്, കൊച്ചി. എന്തൊരു കൊട്ടായിരുന്നല്ലേ! വേറെ ഏതോ ലോകത്ത് പോയതുപോലെ തന്നെ. അസാധ്യ കലാകാരന് എത്ര കയ്യടി കൊടുത്താലും മതിയാവില്ല. ഇനിയും ഉയരങ്ങളിലേക്ക് പോട്ടെ. നമുക്കിപ്പം ശ്യാംപ്രസാദ് ഉത്തമൻ ചേരുന്നുണ്ട്. ശ്യാം, ഡ്രംസിലെ അടിപൊളിയായിട്ട് ഇങ്ങനെ അനായാസം ഇട്ട് കൊട്ടി കലാശമാണ് നമ്മൾ കണ്ടത്. പറയൂ അവിടുത്തെ വിശേഷങ്ങൾ. യൂണിവേഴ്സിറ്റി കലോത്സവ നഗരി അടക്കി വാണ മൈക്കിൾ ജോ ഫ്രാൻസിസ് ഇപ്പോൾ ഡ്രംസിൽ വലിയ താരമായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം വ്യത്യസ്തമായ രീതിയിൽ തൻ്റെ സ്വതസിദ്ധമായ താളങ്ങൾ അത് പാട്ടിനൊപ്പം ചേർത്ത് വെച്ച് വായിക്കുന്നു. അത് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്നു. മില്യൺ വ്യൂവേഴ്സിനെ കിട്ടുന്നു. അങ്ങനെ വലിയ രീതിയിൽ ഒരു താരമായിട്ട് മൈക്കിൾ ജോ ഫ്രാൻസിസ് മാറിയിട്ടുണ്ട്. സെലിബ്രിറ്റികളടക്കം മൈക്കിളിനെ വിളിച്ച് അത്തരത്തിലുള്ള ഈ ഒരു ഇടപെടൽ അല്ലെങ്കിൽ ഈ ഒരു നീക്കം നന്നാകുന്നുണ്ട് എന്ന ആ ഒരു അഭിനന്ദനവുമൊക്കെ മൈക്കിളിന് കിട്ടുന്നുണ്ട്. തൻ്റെ ചെറിയ പ്രായത്തിലാണ് ഈ ചെറിയ മേശയിൽ കൊട്ടിത്തുടങ്ങി പിന്നീട് ഇതിപ്പോൾ ഡ്രംസിൽ താളവിസ്മയം അദ്ദേഹം തീർക്കുകയാണ്. ഇപ്പോൾ ജേർണലിസം വിദ്യാർത്ഥിയാണ്, MA SH തേവര കോളേജിൽ പഠിക്കുന്നു. ഇതിനിടയിലാണ് ഏകദേശം 17ഓളം വാദ്യോപകരണങ്ങൾ മൈക്കിളിനറിയാം. ഡ്രംസാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഇഷ്ടമേഖല. വീട്ടിൽ തന്നെ സ്വന്തമായി ഒരു പ്രത്യേക മുറിയൊക്കെ സജ്ജീകരിച്ചുകൊണ്ട് അവിടെ തന്നെ വ്യത്യസ്ത തരം ഡ്രംസും കാര്യങ്ങളുമൊക്കെ ഉണ്ട്. അവിടെ ഇരുന്നാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് സോഷ്യൽ മീഡിയയിലൊക്കെ പോസ്റ്റ് ചെയ്ത് വലിയ പ്രേക്ഷകരെ കൂട്ടുന്നത്. ഇന്നിപ്പോൾ നിരവധി വേദികൾ പിന്നിട്ടിട്ടുണ്ട്. ഇന്ത്യയിലെമ്പാടും ഏകദേശം 700-ലധികം വേദികൾ ഇപ്പോൾ മൈക്കിൾ ജോ ഫ്രാൻസിസ് പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തിന് വിദേശ രാജ്യങ്ങളിലടക്കം ഈ പ്രോഗ്രാമുമായിട്ടൊക്കെ പോകണമെന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ആഗ്രഹം. ഈ വേദികളിൽ ഏറ്റവും പ്രധാനമായിട്ട് പ്രേക്ഷകരുമൊത്ത് ഡ്രംസിൽ സംവദിക്കുക. അതായത് പല പരിപാടികളും ചെല്ലുമ്പോൾ ഡ്രംസിന് മാത്രം പ്രത്യേക കാഴ്ചക്കാരും കേൾവിക്കാരുമൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ മൈക്കിളിന് കഴിഞ്ഞിട്ടുണ്ട്. അതുതന്നെയാണ് മൈക്കിളിനെ ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമാക്കുന്നത്. തോപ്പുംപടി സ്വദേശിയാണ്. ഇന്നിപ്പോൾ വിദ്യാർത്ഥിയായിരിക്കുന്ന കാലഘട്ടത്തിൽ പോലും
വിവിധ വേദികൾ അദ്ദേഹം കീഴടക്കാൻ വേദികൾ ഒന്നായി ഇങ്ങനെ കഴിയുന്നു കീഴടക്കുകയാണ്. മൈക്കിളെ ഒരു കാര്യം പറയാതിരിക്കാനാവില്ല. നീ പൊളിയാണ്, അടിപൊളിയായിട്ട് തന്നെ ഇനിയും മുന്നോട്ട് പോകട്ടെ, ഒരുപാട് ആരാധകരെ കിട്ടട്ടെ, ആരാധകർക്കുപരി ഈ കലയെ അങ്ങേയറ്റം എത്തിക്കാൻ സാധിക്കട്ടെ. അതിൽ മൈക്കിൾ പറഞ്ഞ ഒരു കാര്യമുണ്ട്, എന്താണ് ഈ പെർഫെക്ഷന് പിന്നിലെന്ന് ചോദിച്ചപ്പോൾ പ്രാക്ടീസ് എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു മന്ത്രം തന്നെയാണ് പ്രാക്ടീസ് പ്രാക്ടീസ് പ്രാക്ടീസ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇഷ്ടമുള്ള ആളുകളൊക്കെ നിങ്ങളും പ്രാക്ടീസ് ചെയ്യൂ, ഇതുപോലൊക്കെ ഉയർന്നു വരും.